മച്ചന്മാരെ മലപ്പുറത്ത് നിന്ന് ഇന്നലെ എറണാകുളത്തേക്ക് എത്തി. ആലുവയിലാണ് സ്റ്റേ. ആലുവയിൽ സ്റ്റേ ചെയ്ത് മെയിനായിട്ടുള്ള വരാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ പരമ്പരയായിട്ട് തന്നെ 1 by 1 ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടുള്ള നിലവിലുള്ള സിറ്റുവേഷനാണിത്. അപ്പോൾ ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. മുടി വലുതായിട്ട് നിൽക്കുമ്പോൾ ഈ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബ്ലാക്ക് കളർ ഉണ്ടെങ്കിലും ഈ 2 സൈഡ് കയറി പോയിട്ടുണ്ട്. ഇവിടേക്കും ഉള്ള് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡും വളരെ വീക്കാണ് എൻ്റെ മുടി. അപ്പോൾ ഒരു 3500 or 4000 ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. കടവന്ത്രയിലുള്ള ഹെയറോ ഡെൻറ്റിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ചാനലിൽ 1 by 1 ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 months ഒക്കെ ഉള്ളവരെ ചെയ്തതിന് ശേഷമുള്ള ഒരു റിവ്യൂ എന്ന ലെവലിലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഡോക്ടറോടും ഒക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. 9 o'clock മോർണിംഗ് 9 o'clock എൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ തയ്യാറായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാണാം. അങ്ങനെ ഗ്രാഫ്റ്റ് എടുക്കൽ കഴിഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് ഏരിയയിലാണ്. ബാക്ക് സൈഡിൽ 3 ഏരിയയിൽ ഗ്രാഫ്റ്റ് എടുത്ത് ഫിക്സിങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ച് ഇവിടെ തന്നെയാണ്, ഇവരുടെ ക്ലിനിക്കിൽ തന്നെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് ബാക്കി ഫിക്സിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലാണുള്ളത്. കാണുമെന്ന് വിചാരിക്കുന്നു. ഗ്രാഫ്റ്റ് എടുക്കുമ്പോൾ അത് നമുക്ക് അനസ്തേഷ്യ വെക്കുന്ന സമയത്ത് മാത്രം ചെറിയൊരു പെയിന് ഉണ്ടാവും. അത് അനസ്തേഷ്യൻ്റെ നമുക്ക് സൂചി വെക്കുന്ന, നമ്മൾ പല്ല് പറിക്കാനൊക്കെ വെക്കുമ്പോൾ അനസ്തേഷ്യ വെക്കുന്ന പോലത്തെ ഒരു സൂചി വെക്കുന്ന പെയിന്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രാഫ്റ്റ് എടുക്കുന്നതൊന്നും നമ്മൾ തീരെ അറിയില്ല. ആ ഒരു ലെവലിൽ ഭയങ്കര സ്മൂത്തായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നിലവിലുള്ള ഇത്. ഇനി ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഹെയർ ഫിക്സിങ് ആണ്. ഹെയർ ക്രാഫ്റ്റ് എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് ഏരിയ ആണിത്. നല്ല AC ആയിട്ടുള്ള നല്ല അടിപൊളി വെയിറ്റിംഗ് ഏരിയ. അതിൻ്റെ കൂടെ ഇവിടെ തന്നെയാണ് ലഞ്ച് ഇവർ തരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ലഞ്ചാണിത്. നാടൻ ഭക്ഷണമായിട്ടുള്ള അടിപൊളി ഒരു വിഭവങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഹെയർ ഫിക്സിങ് വരുന്നത്. കൊച്ചിയിലെ കടവന്ത്രയിലുള്ള ക്ലിനിക്കിലാണ് ഞാൻ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി. ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അഥവാ ഒരു ദിവസത്തെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഇതാണ്. ഞാൻ ക്ലിനിക്കിനടുത്ത് തന്നെ ഒരു റൂം എടുത്തിട്ട് നിൽക്കുന്നത്. നാളെ ബാക്കിയുണ്ട്. ഇപ്പോൾ എന്തായാലും ഏർലി മോർണിംഗ് അല്ല 9 o'clock ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ ആ ടൈം ആകുമ്പോൾ കുറച്ച് ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഒരു റൂം എടുത്ത് നിന്നിട്ടുള്ളതാണ്. അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഡേ എനിക്ക് 1800 ഗ്രാഫ്റ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇത് അവർ ക്യാപ്പ് പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അത് റൂമിലെത്തിയതിനു ശേഷം മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 1800 ഗ്രാഫ്റ്റ് ഫസ്റ്റ് സ്റ്റേജായിട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ്.
ഹാഫായിട്ടാണ് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് നാളെ കവർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ഗ്രാഫ്റ്റ് കിട്ടുമോ അതിനനുസരിച്ചിട്ട്. ഡേ 1. അപ്പോൾ എൻ്റെ ട്രാൻസ്പ്ലാന്റ് യാത്രയിലെ ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് വ്യൂ ആണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോണത്. അപ്പോൾ ഇതാണ് ഓരോ ദിവസത്തെ അപ്ഡേഷനും ഓരോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തേത് ഇതാണ്. ഇതുവരെ അപ്പോൾ ബാക്കിൽ നിന്ന് എടുത്തതിൻ്റെ ഇത് വീഡിയോയിൽ കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഭാഗത്തുനിന്ന് എടുത്തു അവിടെയൊക്കെ ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ഇത്രയും ഭാഗം ഹാഫ് ഭാഗം കവർ ചെയ്തു. നാളത്തേക്ക് ഇവിടെ ഇതാണ് ഡേ 1. അതിൻ്റെ കൂടെ കുറച്ച് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇനി നാളത്തെ ഇതുവരെയുള്ളത് ഓരോ ദിവസത്തിൻ്റെ ആയിട്ടുള്ള അപ്ഡേഷനോട് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കൊച്ചിയിലെ കടവന്ത്രയിലുള്ള ഹെയറോഡൻറ്റിൽ നിന്നാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നിലവിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഡേ 1.